ഹലോ, നമ്മുടെ ഒരുപാട് നാൾക്ക് ശേഷമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇത്രയും നാൾ എന്താ വീഡിയോ ഇടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൈക്ക് കേടായി. എൻ്റെ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിൽ തന്നെ മേടിച്ചൊരു വീഡിയോ ഇട്ടുണ്ട്. ഏകദേശം 10,000 രൂപ കൊടുത്ത് മേടിച്ചൊരു മൈക്കാണ്. അപ്പം ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്ന് വരുമായിരുന്നു. ഈ പിന്ന് നമ്മുടെ ലൈറ്റനിങ് പിന്നാണ്, നമ്മുടെ ഐഫോണിൽ കുത്തിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ പിന്ന് നമുക്ക് ഒടിഞ്ഞിരിക്കുന്നു, കണ്ടോ? ആ പിന്ന് ഒടിഞ്ഞു പോയി, എങ്ങനെയോ പോക്കറ്റിൽ കിടന്നിട്ട് തട്ടിപ്പോയതാണ്. ആ സാധനം ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ പുതിയൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇവിടുത്തെ 260 രൂപയായത്. 260 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 6,000 രൂപയോളം വരും. അപ്പം ഇതാണ് മൈക്ക്, ഹോളിലാൻഡിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിന് വരുന്ന ഒരു റിസീവറും ഒരു മൈക്കുമാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞതിന് 2 മൈക്കാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ചാർജിങ് കേസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഇതിൻ്റെ അവസ്ഥ തന്നെ എന്താവുമെന്ന്. സൂക്ഷിച്ചുകൊണ്ട് നടക്കാനല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ ഈ മൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതുമല്ല ഇത് ഭയങ്കര ചെറുതാണ്. നമ്മൾ കുത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അറിയത്തോലുമില്ല, അത്രയും വലിയ ചെറുതാണ്. അത്യാവശ്യം ബാറ്ററി നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ബാറ്ററി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് ബാറ്ററി ഇപ്പോൾ ഉണ്ട്, നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ ബാറ്ററി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതിൽ പുറയിലാണെങ്കിൽ 1 ക്ലിക്ക് നോയിസ് ക്യാൻസലേഷൻ, അതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ നോയിസ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ ഇതിനകത്തൊരു AI പോണൊക്കെ ഒരു ഇതുണ്ട്, നോയിസ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പം C2 യൂസ് പ്ലഗ് ആൻഡ് പ്ലേ, അത് സത്യമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഈസിയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ പിന്ന് കുത്തിക്കഴിഞ്ഞ് ക്യാമറ ഓൺ ആക്കുമ്പോഴാണ് നമ്മുടെ റിസീവറും മൈക്കും ഓൺ ആവുന്നത് കേട്ടോ. അതുവരെ മൈക്കും എല്ലാം ഓഫായിരിക്കും. ക്യാമറ എപ്പോഴാണ് ഓൺ ആക്കുന്നത് അന്നേരം ഇത് ഓൺ ആകും കേട്ടോ. സഡൻലി അന്നേരം തന്നെ ഓൺ ആകും. അത് ഭയങ്കര കാര്യമാണ്. നമുക്ക് ചാർജ് ഒരുപാട് ലാഭിക്കാൻ പറ്റും. HD ഓഡിയോ, നല്ല ഓഡിയോ തന്നെയാണ് വരുന്നത്. പിന്നെ മറ്റേ ആ ബാസ് ഇല്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ അത്ര ആ ബാസ് ചെയ്യത്തില്ല. നമ്മുടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. കറക്റ്റ് ഒരു ക്ലാരിറ്റി കണക്കുള്ള ശബ്ദമാണ്. ആ ഒരു ബാസ് നമുക്ക് തോന്നത്തില്ല. എനിക്ക് ആ ബാസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും ഇത് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. 2 മൈക്ക് അല്ലെങ്കിൽ വെറുതെ പോകും. നമുക്ക് ആ രണ്ട് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ പെട്ടി വരുന്നത്. അതിനകത്ത് ഇങ്ങനെ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇതുവരെയായിട്ട് പൊട്ടിച്ചിട്ടില്ല. ഈ ബോക്സിനകത്താണ് മൈക്ക് വരുന്നത്. ഫസ്റ്റിൽ തന്നെ റിസീവറും മൈക്കും ഇരിപ്പുണ്ട് കേട്ടോ. താഴെ ചാർജർ ഇരിപ്പുണ്ട്, ചാർജിങ് പിൻ ഇരിപ്പുണ്ട്, ഒരു പഞ്ഞി ഇരിപ്പുണ്ട്. യെസ്, കംസ് ടു. അപ്പം ഇതാണ് പോയത് കേട്ടോ, കാണിച്ചുതരാം. ഈ സാധനമാണ് പോയത്, കണ്ടല്ലോ. ഇത് പോയി. അപ്പോൾ പൊട്ടിക്കാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ ലൈസൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞൊരു വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അത് കാണുക. അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. പൊട്ടിക്കാനും തോന്നുന്നില്ല, 10,000 രൂപയുടെ സാധനം. മൈക്കും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, മൈക്കും പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് സൂട്ടാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പം തന്നെ 3 മൈക്കായി. ഇങ്ങനൊരു അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മൈക്ക് മേടിച്ചേട്ടോ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ചാർജ് അപാരമാണ്. സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. പക്ഷേ എനിക്ക് ആ ശബ്ദമല്ല ഇഷ്ടം. എനിക്ക് ഇച്ചിരി ബാസുള്ള ശബ്ദമാണ് ഇഷ്ടം. അതല്ല ഇതിനകത്തുനിന്ന് വരുന്നത്. വേറെ അതേ ഉള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. വേറെ എല്ലാം കില്ലാണ്, ചെറുതാണ്, ചാർജ് നിൽക്കും, ഇങ്ങനെ കൈ കൊണ്ട് നടക്കാം, എളുപ്പമാണ്. പിന്നെ ഈ പിന്നൊടിഞ്ഞു പോകുന്നത്, അത് ഈ പിന്നിൻ്റെ പ്രശ്നമോ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെയോ എനിക്ക് അറിഞ്ഞൂടാ അതെന്തുവാന്ന്. എനിവേ ഞാനിത് യൂസ് ചെയ്തിട്ടേട്ടോ.